ഹേ ഗായ്സ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ പതിവ് പോലെ പള്ളി കഴിഞ്ഞ് ചെങ്ങായിമാരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് നേരെ ഫാമിലി ആയിട്ട് കഴിങ്കിൽ തറവാട്ടിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. കൊള്ളനൂരുള്ള കഴിങ്കിലെ തറവാട്ടിൽ ഒന്നിച്ചാണ് ഇപ്രാവശ്യത്തെ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഏകദേശം 16ഓളം വീട്ടുകാരാണ് ഇന്നിവിടെ എത്തിച്ചേരുക. പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓരോ കുടുംബങ്ങളും നമ്മുടെ കഴിങ്കിൽ തറവാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നവരാണെങ്കിലോ എൻ്റെ ഉമ്മ ഉൾപ്പെടുന്ന ഗ്യാങ് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. നമ്മളെല്ലാവരും സെപ്പറേറ്റ് വീടുകളിലാണ് പെരുന്നാൾ ആഘോഷിക്കാറ്. അതിലുപരി നമ്മളിതാ ഇന്ന് കഴിങ്കിലെ മൊത്തം ടീം ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. എന്നെ സംബന്ധിച്ച് നമ്മൾ സ്ഥിരം പെരുന്നാളിന് ഒന്നാം പെരുന്നാൾക്ക് നാടൻ സദ്യയാണ് കഴിക്കാറ്. അതടക്കം മാറ്റി വെച്ചിട്ടാണ് ഞങ്ങളിത് ബിരിയാണി ഒരുമിച്ച് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഫുഡിൻ്റെ കാര്യം പറയേണ്ട, നമ്മളെ സിദ്ധ്യളാപ്പ തന്നെയാണ് കേട്ടോ ഫുഡ് സെറ്റാക്കി തന്നിട്ടുള്ളത്. നമ്മളെ നാട്ടിലെല്ലാവർക്കും അറിയാം നമ്മളെ സിദ്ധ്യളാപ്പ അടിപൊളി ഫുഡും കാര്യങ്ങളും സെറ്റാക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് അവരെ കൈകൊണ്ട് ഉണ്ടാക്കി ഫുഡ് കഴിക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരുന്നാൾ സന്തോഷം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ഈ കഴിക്കുന്നവരുടെ മുഖത്ത് കാണുന്ന ആ സന്തോഷമാണ് ശരിക്കും പെരുന്നാൾ സന്തോഷം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനൊക്കെ ഒരു ഭാഗ്യം ഒരുക്കി തന്നാൽ ഇതിന് മുൻപന്തിയിൽ നിന്ന് നമ്മളെ പ്രിയ സഹോദരങ്ങൾ 3 പേരുണ്ട്. അവർക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയണം ഈ സമയത്ത് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ നല്ലൊരു അനുഭവമാണ് കേട്ടോ ഈ പെരുന്നാൾ ഒത്തുകൂടലൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇതിലത്തെ ചില ഭാഗങ്ങളൊക്കെ എടുത്ത് വീഡിയോ ആക്കിയിട്ട് എൻ്റെ ചാനലിൽ ഇടുന്നത്, നമ്മളെ യൂട്യൂബ് കുടുംബത്തിലിടുന്നത്. നമുക്ക് എന്നും ഒരു ഓർമ്മയായിട്ട് എന്നും അവിടെ ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ്. ഇനി നമുക്ക് കുറച്ച് പാട്ടും ഡാൻസൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മളെ തറവാട്ടിലെ എനർജിക് പിള്ളേരെ ഡാൻസ് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ചെറു ഭാഗങ്ങളെ നമ്മളിവിടെ കാണിക്കുന്നുള്ളൂ. ഇത് കഴിഞ്ഞാണ് വെറൈറ്റി ഗെയിംസ് നമ്മുടെ ജെസിമോന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്ഥലം പളനൂരാ. പ്രപ്പോസ് ചെയ്ത് ഞങ്ങൾ ആഷിമിന് എന്തായാലും നല്ല പണിയാണ് കൊടുത്ത് അണീറോസ് അത് ഇവിടെ കാട്ടിക്കൂട്ടുന്നൊന്ന് കണ്ടോക്കി. ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. കുഴി കുത്തിട്ട് കുഴിമന്തി ഒലക്ക കൊളക്കുഴി മന്തിയും മൂവിയാണോ? അങ്ങനെ നമ്മൾ അടുത്ത കസേരക്കളിയാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പം വലുപ്പം എന്നല്ലാതെ എല്ലാവരും കസേരക്കളിയിൽ പങ്കെടുത്തു. അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മളിത് അടുത്തത് വീണ്ടും പാട്ടിലേക്ക് കടന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ അവിടെ പാട്ട് മത്സരമാണ് നടന്നിരുന്നത്. നമ്മളെ പെങ്ങളുട്ടിയാണ് ആദ്യം പാട്ട് പാടിയത്. അപ്പോൾ നമ്മളങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കുന്ന ബാബിമാരും ഇതാ വിട്ടതില്ല എന്നിട്ട് അവരും പാടാൻ വേണ്ടി രംഗത്ത് വന്ന് നല്ല രസമായിരുന്നു. അടിപൊളിയായിട്ട് എല്ലാവരും അവരവരുടെ കഴിവൊക്കെ പുറത്തേക്ക് എടുത്ത് നല്ല ഞങ്ങൾ ഒരു ദിവസം മൊത്തം അവിടെ എൻജോയ് ചെയ്തു കേട്ടോ. ഏതൊരു പരിപാടിയും മധുരമുള്ളതാവണമെങ്കിൽ കുറച്ച് കേക്കാവാം. അങ്ങനെ നമ്മളെ ഒരു ബാബിത നെല്ലിശ്ശേരിന്ന് കേക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്ന കേക്ക്. നമ്മളെ ഈ കേക്ക് ഉണ്ടാക്കിയ ആൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം വന്നിട്ട്. അപ്പോൾ നമ്മളെ കേക്ക് കട്ടിങ് ആണ് കേട്ടോ കൊടുത്തത്. നമ്മുടെ കുടുംബങ്ങളൊക്കെ എന്നും ഇതുപോലെ സന്തോഷത്തിലായിരുന്നു. അതിനായിട്ട് നമ്മൾ പടച്ചോണ്ട് പ്രാർത്ഥിക്കണം ഈ അവസരത്തിൽ.
നമുക്ക് എന്തായാലും ഈ അവസരത്തിൽ ഞങ്ങളെ പ്രവാസികളായിട്ടുള്ള സഹോദരങ്ങളെ ഞങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങളെ തറവാട്ടിൽ. ഇതിലും ഞങ്ങളെക്കാട്ടിയൊക്കെ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് പേര് നമ്മളെ പ്രവാസ ലോകത്താണ്. അവരെയും കൂടെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് ഈ അവസരത്തിൽ. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ എന്തായാലും അടുത്തൊരു വർഷത്തിനുള്ളിൽ ഇതിലും വിപുലമായിട്ട് ഞങ്ങളെ ഇപ്പോൾ ഈ സംഗമത്തിൽ ഞങ്ങളെ പെങ്ങന്മാരൊന്നുമില്ല കേട്ടോ, നമ്മളെ തറവാട്ടിക്ക് വന്ന മരുമക്കളും അവരും ഈ വീട്ടിൽ പെരുന്നാൾ ഒന്നാം പെരുന്നാൾക്ക് കൂടേണ്ട ഒരു സിസ്റ്റമൊക്കെ സംവിധാനമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ലെവലിലേക്കുള്ളതാണ്. പിന്നെ ഇപ്പം നമ്മളിത് പാട്ടും കാര്യങ്ങളും ജെസിമോനൊക്കെ കൂടിയിട്ട് തിമർക്കാണ് ഇവിടെ. ഇത് നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ പാടിയിട്ടുള്ള പാട്ട് തന്നെയാണ്. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുന്നത് ഷുവറാണ്, വേറെ ടീമിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അത് മ്യൂട്ടാക്കി ഇട്ടിരിക്കുകയാണ്. മാക്സിമം നമ്മളെ ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ഇൻസ്റ്റയിലും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് അന്താക്ഷരി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഫവാസിൻ്റെ നേതൃത്വത്തിൽ ഫുഡ് കഴിച്ച വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കത്തിച്ച് ക്ലീൻ ആക്കിയിട്ടോ. അങ്ങനെ ഞങ്ങളെ കഴിങ്കലെ തറവാട്ടിലെ ബലിപെരുന്നാൾ ആഘോഷം 2026 ബലിപെരുന്നാൾ ആഘോഷം ഇതാ ഏകദേശം അവസാനിപ്പിക്കാൻ സമയമായി. 11 മണി കഴിഞ്ഞിട്ടുണ്ട് രാത്രി. എന്നാലും എനർജിക്കൊന്നും ഒട്ടും കുറവില്ലാതെ ഇതാ ഞങ്ങൾ ആടിത്തിമർക്കാണ്. അവസാനത്തെ കലാശക്കൊട്ടിലാണ് ഞങ്ങളെല്ലാവരും, ഒരേ പൊളി മൂഡിലാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോകളും എന്നെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ വീഡിയോസും ആയിട്ട് നമ്മൾ നിങ്ങളെ കൂടെ നമ്മളെ ചാനൽ ആക്റ്റീവ് ആവാൻ പോവുകയാണ്. അപ്പോൾ കൂടെ കൂട്ടിക്കോ. അതുപോലെ നമ്മളെ ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു ലെവലിലേക്കുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും സൗണ്ട് കൊടുക്കാനൊക്കെ, എൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര അടഞ്ഞ് പക്ക പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത്രയും രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ വീഡിയോസ് കണ്ടില്ല, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ക്ഷമിക്കുക എന്തായാലും. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരും. ഓക്കെ, ബൈ.